ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആണ് നന്നായിട്ടൊന്ന് വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഷൂട്ട് ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പം ബീഫ് കറിയാണ്, അപ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം സോറി പറയുന്നത്, കാരണം ഞാൻ കുറച്ച് നേരം വ്ളോഗ് എടുത്തിട്ട് പിന്നെ ഞാനങ്ങ് മറന്നുപോയി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ വ്ളോഗ് ചെയ്ത കാര്യം ഓർക്കുന്നത്. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സൺഡേ ആണ് ഞാൻ കൂടുതൽ ഫ്രീ ആയിട്ടുള്ള ഡേ. അപ്പോൾ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ രാവിലേക്ക് എണീറ്റ് ഇനി നമുക്ക് മെയിൻ പണി രാവിലെ മുറ്റം തൂക്കുക എന്നതാണ്. അപ്പം ഒരു ദിവസം ഇടവിട്ട് തൂക്കാറുണ്ട്, മാക്സിമം എന്നും തൂക്കത്തില്ലെങ്കിലും ഒരു ദിവസം ഇടവിട്ട്. അപ്പം ഇവിടെ നിറച്ചും കട്ടുറുമ്പാണ്, കുറേ കടികൾ കിട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ തൂക്കണം ഗൈസ്. അപ്പോൾ തൂക്കട്ടെ. പിന്നെ നിങ്ങളുടെയൊക്കെ റമദാൻ എങ്ങനെ പോകുന്നു? പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ പോലെ അല്ലേ? അപ്പോൾ കുറേ നാളായിട്ട് ഹെൽത്ത് ഓക്കെ അല്ല, ശരിയായി വരുന്നില്ല, കുറേ ആയി. അപ്പം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് ഇരുന്ന്, അതാണ് പഴയ പോലെ ആക്റ്റീവായിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. എങ്കിലും മാക്സിമം ഞാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ ഇപ്പോൾ ഒരാഴ്ച എങ്ങാണ്ടായിട്ടുള്ളൂ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്. ഞാൻ വിചാരിച്ച് ഇന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേ ആണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരമൊക്കെ അവസരം മീൻസ് ചെയ്യാൻ ടൈം കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് റൂമൊക്കെ കുറച്ച് ഒതുക്കണം. കട്ടിൽ ബെഡ്ഷീറ്റ് മാറ്റണം, ജനൽ തുടയ്ക്കണം, കട്ടിൽ തുടയ്ക്കണം, റൂം തൂക്കണം, ഷെയ്ഡിൻ്റെ മണ്ട അടിപൊളിയാക്കണം, അത് മാറ്റണം, വേണ്ടാത്തൊക്കെ കളയണം. അപ്പോൾ ഇതാ ഒതുക്കി. അപ്പോൾ അത് കല്യാണ ഡ്രസ്സ് അങ്ങനെ കാര്യങ്ങൾ ഗിഫ്റ്റൊക്കെ കിട്ടിയത്, അത് നമുക്ക് കളയാൻ പറ്റില്ലല്ലേ. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവിടേക്ക് ഇനി തുടയ്ക്കണം. കണ്ട പൊടി ഡെയിലി തുടച്ചാലും പൊടി വരും. എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. അപ്പോൾ ചെടിയിലൊക്കെ ഒന്ന് തുടയ്ക്കണം. മൊത്തത്തിൽ തുടപ്പ് തന്നെ ഇന്ന് പണി. ഓക്കെ, നിങ്ങൾക്ക് സുഖമൊക്കെയാണോ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെ നല്ല രീതിക്ക് തുടയ്ക്കാം. ആ വൈറ്റ് ഇതുണ്ട്, അത് ലൈറ്റ് കത്തും. അപ്പോൾ അതിൻ്റെ ഇതൊന്നും നമ്മൾ കണക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? സത്യം പറയാമല്ലോ, ഞാൻ വൈകിട്ട് നോമ്പ് തുറക്കാനുള്ള ആ സംഭവങ്ങളൊന്നും ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ മറക്കും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ആക്കുക. കാരണം കടികളൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല, നമ്മളങ്ങനെ കടികളൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ നൈറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ജ്യൂസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് പിന്നെ എടുക്കണ്ടെന്നൊക്കെ സത്യം പറഞ്ഞാൽ മറന്നു പോകുന്നു. എടുക്കണ്ടെന്ന് വിചാരിച്ചല്ല, ഇത് നമ്മൾ തുണി വെച്ച് തുടച്ചാലും അവിടെ പൊടികൾ അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നു. അപ്പം ഈ ഒരു ഇങ്ങനത്തെയൊക്കെ കട്ടിലുള്ള ഒരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ തുടച്ച് നമ്മുടെ പണി തീരും. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു? ചൂടൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാണ്. ഓക്കെ, ഏകദേശമൊക്കെ വൃത്തിയായി. അതൊക്കെ ഇനി കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ നമസ്കരിക്കാമെന്ന് വിചാരിച്ച് ഇനി കുറച്ച് നേരം ഓതണം. അങ്ങനെയൊക്കെ ഇനി അങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഉച്ച കഴിഞ്ഞ്. അപ്പോൾ വൈകിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ഞാൻ മാക്സിമം ഇങ്ങനെ നമസ്കരിക്കുന്ന ഓതുന്ന അത് ക്യാപ്ചർ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഞാൻ ഒരുപാട് ഇങ്ങനെ വ്ളോഗ്സിൽ അങ്ങനെ ചെയ്യുന്ന കണ്ട് അങ്ങനെ നോക്കിയപ്പോൾ കുറേ പേര് കമൻസിൽ ഇൻസ്പിറേഷൻ ആവുമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാരണം ഒരാണെങ്കിലും നിസ്കരിച്ചാൽ അത്രയും നല്ലതില്ലേ. ഓക്കെ, അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ വ്ളോഗ്, ഇത്രയും എടുത്തോളൂ, ബാക്കി എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.